Hi everyone, welcome to my YouTube channel, My Ramblings by Reshma. So, ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു സൺഡേ വ്ലോഗാണ്. ഇന്ന് ആക്ച്വലി നമ്മൾ അതിരപ്പള്ളിയൊക്കെ പോകാനിരുന്ന ഒരു ദിവസമാണ് കേട്ടോ. ബട്ട് ചില കാരണങ്ങളാൽ നമുക്ക് പോകാൻ പറ്റിയില്ല. ബട്ട് മേ ബി ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് പോകും. ഓക്കെ, അപ്പോൾ വെൽക്കം ടു മൈ സൺഡേ വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഇന്ന് ഈ സൺഡേയിൽ ഞങ്ങൾ ഫാമിലി മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്നുപേരുടെങ്കിലും ഞങ്ങളുടെ ചെറിയൊരു ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഡേ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ടൈം ഏകദേശം ഒരു അറൗണ്ട് 7:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റത്. സോ ഐ തോട്ട് വി കൻ ഹാവ് എ സ്ലോ മോർണിംഗ് അല്ലേ, ബിക്കോസ് മൺഡേ ടു സാറ്റർഡേ ഭയങ്കര ബിസി മോർണിംഗ് ആയിരിക്കും. രാവിലെ എണീക്കണം. അപ്പോൾ ഹസ്ബൻഡ് 8:30 ഒക്കെ ആകുമ്പോൾ പോകും. അപ്പോൾ ഞങ്ങളുടേതായ പണിയിൽ, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, അങ്ങനത്തെ കുറേ പണിയിലൊക്കെ ആയിരിക്കും. ഓക്കെ, ഐ വിൽ ഡു എ വീക്ക് ഡേ വ്ലോഗ്. ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ കുട്ടിയുടെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യാണ്. എന്നിട്ട് ഐ വിൽ ഗോ ടു ദ കിച്ചൺ ആൻഡ് മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാനുണ്ട് ബ്ലിങ്കിറ്റിൽ നിന്ന്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്ലിങ്കിറ്റ് ഓർഡർ എത്തിയിട്ടോ ഗൈസ്. ഞാൻ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റെഡി ടു കുക്ക് ചപ്പാത്തിയാണ് കേട്ടോ മേടിക്കുന്നത്. പിന്നെ ഇവിടെ കോഫി ഉണ്ടാക്കാനുള്ള പാല്, പിന്നെ മുട്ടക്കറി. ഞാൻ എന്താണ് ക്യാഷ്യൂ ഒക്കെ അരച്ചിട്ട് പിന്നെ അധികം മസാല ഒന്നും ചേർക്കാതെ ഉണ്ട് മുട്ടക്കറി ഉണ്ടാക്കൽ. എനിക്കിതാണ് ഇഷ്ടം, ഇങ്ങനെ ഉണ്ടാക്കാനാണ് ഇഷ്ടം കേട്ടോ. ഹായ് എവരിവൺ, അപ്പോൾ നമ്മുടെ പ്ലാനൊക്കെ ഒന്ന് നൈസായിട്ടൊന്ന് മാറി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ അതിരപ്പള്ളി പോകാനായിട്ട് പ്ലാൻ ഇട്ടായിരുന്നു. പക്ഷെ ചില കാരണങ്ങളാൽ നടന്നില്ലെന്ന്. പക്ഷേ നമ്മളിപ്പോൾ അതിരപ്പള്ളി പോവാണ്. ഞങ്ങൾ 3 പേരും, പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ചേച്ചിയും അളിയനും മാഷും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഏകദേശം 10:30 ഒക്കെ ആയിപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് പിക്ക് ചെയ്തിട്ട് വി ആർ ഗോയിങ് ടു അതിരപ്പള്ളി. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വാട്ടർഫോൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഹായ് എവരിവൺ, ഇപ്പോൾ ഏകദേശം ഒരു 10:30, 11 ഒക്കെ ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് അവരെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ അവിടെ പോകും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ പോകുന്ന വഴിക്കുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഋതു ബേബി ഉറക്കമായിട്ടുണ്ട്. ഇനി വണ്ടി നിർത്തുമ്പോൾ എണീക്കും ആൾ, അതായത് പുക്കാട്ടോടിയൊക്കെ എത്തുമ്പോൾ എണീക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് അവരെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഹായ് മാഷു, ഹായ് പറ. Say hi. 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 മാഷു ബിസിയാണ് ഗൈസ്. ഹായ് നിനക്കടി. ഹൈ അളിയാ. ഹായ്. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് അവരെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഹായ്. ഞാൻ പറഞ്ഞില്ലേ ഋതു ബേബി വണ്ടി നിർത്തുമ്പോ എണീക്കുമെന്ന്. യെസ്, കുട്ടി വണ്ടി നിർത്തിയപ്പോ എണീറ്റു. അപ്പൊ നമ്മള് ഏകദേശം 11:30 ആയപ്പോ ശരിക്കും നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. രാവിലെയൊക്കെ വെളുപ്പിനൊക്കെ എണീക്കുമ്പോൾ അത്ര വലിയ ഷെയ്ഡൊന്നും ഇല്ലടി. പുറമേ കാണുമ്പോ ഷെയ്ഡില് പോലെ ആനയാണോ? അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞു. ഒരു ചെറുതായിട്ടൊന്ന് ബ്രേക്ക് എടുക്കാൻ നിർത്തിയേക്കാണ്. അച്ഛൻ ഋതുവിനെയും കൊണ്ടൊന്ന് നടക്കാൻ പോയേക്കാണ് കേട്ടോ. അപ്പോൾ ചെക്ക് പോസ്റ്റ് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഋതു ബേബി അച്ഛനും കൂടെ കോഴീനെ കാണാൻ പോയതാണ് ഗൈസ്.
ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങളൊരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ സിൽവർ സ്റ്റോമിൻ്റെ ഫ്രണ്ടിലുള്ള കുറച്ച് കടകളുണ്ടല്ലോ, അപ്പോൾ അവിടെ വന്നിട്ട് ഒരു കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ചു. ഋതു ബേബി ഉറങ്ങി, എപ്പോൾ വേണമെങ്കിലും എണീക്കാം, ഡീപ്പ് സ്ലീപ്പൊന്നുമല്ല. ഈ ചൂട് പഴംപൊരി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മളുടെ ജേണി റീസ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, Hi guys. ഫീഡിങ് റൂം ഫാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ ഒരു സജഷനാണ് കേട്ടോ. ഫാൻ ഭയങ്കര ചൂടാണ്, അപ്പോൾ ഫാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി. ആദ്യം ഇറങ്ങണോ വേണ്ടയോ എന്നുള്ള ഡൗട്ടായിരുന്നു, പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങി. എനിക്ക് തോന്നുന്നു മഴക്കാലത്ത് ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടാവുമെന്ന് തോന്നുന്നു. എന്നാലും കുറച്ചൊക്കെ ഒരു വാട്ടർഫോൾ കാണാൻ പറ്റിയൊരു സന്തോഷം. ഋതു ബേബി ഉറക്കമായി, നന്നായിട്ട് വേർത്തിട്ടുണ്ട്. എന്തായാലും വീട്ടിൽ ചെന്നിട്ട് മേലൊക്കെ കഴുകി സെറ്റാക്കാം. ഹായ് മാഷു, വേർത്തൊരു വഴിക്കായി ഗൈസ്. പക്ഷെ ഇത്ര നടന്നിട്ട് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. എല്ലാരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഞാൻ തിരിച്ചു കയറാണ് ഗൈസ്. മടുത്തു, പോകോളൂ. ഹായ് ഗായ്സ്, അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4 മണി 5 മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ തിരിച്ച് പോവാണ്. വേർത്ത് കുളിച്ച് സീൻ ഓഫ് ദി ഇന്റർനാഷണൽ ആയിട്ടുണ്ട്. ഓക്കെ, ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ചെറുതായിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ച് വി ആർ ഗോയിങ് ബാക്ക് ടു ഹോം. അത്യാവശ്യം നല്ലൊരു ട്രിപ്പായിരുന്നു. എൻ്റെ ഐഡിയയായി പോയി. അത്യാവശ്യം നടന്ന് കഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ ഏകദേശം ഇപ്പോൾ ഒരു 6 മണി കഴിഞ്ഞു, 6:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പോണ വഴിക്ക് ചിലപ്പോൾ ആനേനെ കാണാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇത്തവണ കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ നോക്കാം. സീ, നല്ല ബ്യൂട്ടിഫുൾ സ്കൈ. മാഷു ദീദി, മാഷുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? മാഷു ഹായ് പറ. മാഷു ഹായ്. ഇവിടെ നോക്കിക്കേ, മാഷു ബിസിയാണ് ഗൈസ്.
എന്റെ കൊച്ച് ഗായ്സ് നമ്മൾ ആനനെ കണ്ടത്. വീഡിയോ എടുക്ക് സൂം ചെയ്യ്. ഗായ്സ് നമ്മൾ ആനനെ കണ്ടു ഗായ്സ്. ഒരു ഒറ്റ ആന. ഗായ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് വീഡിയോയിൽ കാണാൻ പറ്റുന്നത് എനിക്കറിയില്ല, പക്ഷെ ദിവസം ആന ഗായ്സ് വേറെ ഒരെണ്ണം വലുത് ബിഗ് വൺ. അത് നശിപ്പിച്ചിട്ടേക്കാണല്ലേ ഇത്. ഗായ്സ് നമ്മള് ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നതാണ്. ഗൂഗിൾ മാപ്പ് നമ്മൾ ചതിച്ചു. ഏതൊക്കെയോ ഒരു ചെറിയ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ലെറ്റ്സ് സീ നമ്മൾ അവിടേക്ക് എത്തുമെന്ന്. നമ്മള് ഇങ്ങോട്ട് വന്നപ്പോ പെട്ടെന്ന് എത്തിയ പോലെ തോന്നി. ഇപ്പൊ അങ്ങോട്ട് നോക്കാം. ഞങ്ങളിപ്പോ വീട്ടില് അവരാക്കിയിട്ട് നമ്മള് തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോവാണ് കേട്ടോ. സോ ഇറ്റ് വാസ് എ ഗുഡ് ട്രിപ്പ്. ഇപ്പൊ ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ട്. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇവിടെ ഒരു ½ ഡ്രൈവ് ഉണ്ട് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ജലദോഷം മൂക്കടപ്പൊക്കെ ആയിട്ടുണ്ട്. എന്താവും ഇത് കണ്ടറിയാം. ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 9:15 ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ സൺഡേ വ്ളോഗ് ആൻഡ് വാട്ടർഫോൾ വിസിറ്റ്. So see you in my next video. If you like this video, please do like, share, subscribe, whatever you can do for the support. Okay, bye.